നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ പ്രയാസമായി തോന്നുന്നവർക്കും രക്ഷാകർത്താർക്കും, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള രക്ഷാകർത്താക്കൾ, ഇംഗ്ലീഷ് അറിയാൻ താല്പര്യമുള്ള, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ഇവർക്കെല്ലാം വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിശദമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ അടുത്ത ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ ക്യാൻ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ പാസ്റ്റ് ഫോമായ കുഡ് എന്ന മോഡലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് കുഡ് എന്നുള്ള മോഡൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പാസ്റ്റ് എബിലിറ്റി, ഒന്നാമത് പാസ്റ്റ് എബിലിറ്റി. രണ്ടാമത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ പോസിബിലിറ്റി. പ്രസന്റില് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു പോസിബിലിറ്റി സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നു, കുഡ് എന്ന് യൂസ് ചെയ്യുന്നു. പിന്നെ ഒന്ന് മോസ്റ്റ് പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മോസ്റ്റ് പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ റിക്വസ്റ്റ് ഒരിക്കലും കേൾക്കുന്നവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് നടത്താൻ നമ്മൾ കുഡ് എന്നുള്ളത് യൂസ് ചെയ്യുന്നു. പിന്നെ സജഷൻസ്, ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കണം, ഒരു നല്ലൊരു സജഷൻ, അതാണ് കൂടുതൽ സ്വീകാര്യത എന്ന് നമുക്ക് തോന്നുന്ന കാര്യം സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുഡ് എന്ന മോഡൽ യൂസ് ചെയ്യാം. പിന്നെ ഒന്ന് കണ്ടീഷണൽ ക്ലോസസുകളിൽ, കണ്ടീഷണൽ സെന്റൻസുകളിൽ കുഡ് എന്നുള്ളത് മറ്റേതൊരു മോഡൽ ഓക്സിലറിയെ പോലെയും ഉപയോഗിക്കുന്നുണ്ട്. ഇവ നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ഒന്നാമത് ഒരു പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റ് എബിലിറ്റി സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മുൻപുണ്ടായിരുന്ന, ഭൂതകാലത്തിൽ നമുക്കുണ്ടായിരുന്ന എന്നോ ഇപ്പോഴില്ലാത്ത ഒരു പ്രത്യേക കഴിവല്ല, ഒരു കഴിവിനെ നമ്മൾ ഉപയോഗിക്കുന്നു. ഓർമ്മിച്ചോളണം, പ്രത്യേക കഴിവല്ല, സ്പെഷ്യൽ എബിലിറ്റി അല്ല, ഒരു കോമൺ എബിലിറ്റി. പണ്ട് നമുക്കുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ഒരു കോമൺ എബിലിറ്റിയെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുഡ് ഉപയോഗിക്കും. ഷീ കുഡ് സ്വിം അറ്റ് ദ ഏജ് ഓഫ് 12. 12 വയസ്സുള്ള സമയത്ത് അവൾക്ക് നീന്താൻ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴറിയില്ല. 12 വയസ്സിൽ നീന്തുന്ന ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കുട്ടി കൂടിയായിരുന്നു അവൾ. 12 ആയിരുന്നപ്പോൾ അവൾക്ക് നീന്താൻ അറിയാമായിരുന്നു. ഷീ കുഡ് സ്വിം അറ്റ് ദി ഏജ് ഓഫ് 12. നെക്സ്റ്റ്, വെൻ ഐ ലിവ്ഡ് ഇൻ ബീഹാർ ഐ കുഡ് സ്പീക്ക് ഹിന്ദി വെൽ. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റുന്നില്ല. എപ്പോഴാണ്? ബീഹാറിൽ താമസിച്ചിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാമായിരുന്നു. ഐ കുഡ് സ്പീക്ക് ഹിന്ദി വെൻ ഐ വാസ് ലിവിങ് ഇൻ ബീഹാർ. ഇപ്പോൾ അറിയില്ല. ഇതാണ് പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന കഴിവ് ഇപ്പോഴതില്ല. പണ്ടുണ്ടായിരുന്ന ഒരു കോമൺ എബിലിറ്റി, എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു എബിലിറ്റി. സ്പെഷ്യൽ എബിലിറ്റിയുടെ കാര്യം നമ്മൾ മറ്റൊരു മോഡൽ ഓക്സിലറി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മോഡൽ ഫ്രേസ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യും. പിന്നെ ഒരു സ്ട്രോങ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് കുറിച്ച് സംസാരിക്കുമ്പോൾ, ഒരു സ്ട്രോങ് ഫ്യൂച്ചർ പോസിബിലിറ്റി. ഇറ്റ് കുഡ് റെയിൻ ടുമാറോ, ഇറ്റ് കുഡ് റെയിൻ ടുഡേ ആഫ്റ്റർനൂൺ. ഇന്ന് വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണെങ്കിലാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. ക്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എത്രമാത്രം പോസിബിലിറ്റിക്കാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ഇത് വളരെ കൂടുതൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് കുഡ് എന്ന് യൂസ് ചെയ്യുന്നു. ദിസ് ഗ്രാമർ റൂൾ കുഡ് കൺഫ്യൂസ് എ നോർമൽ മലയാളി. ഒരു നോർമൽ മലയാളിക്ക് ഈ ഗ്രാമർ റൂൾ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉപയോഗം, ഒരു യൂസേജ് ഇല്ലാത്തത് കൊണ്ടാണത്.
പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു പോസിബിലിറ്റിയെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി കുഡ് ഉപയോഗിക്കുന്നു. പിന്നെ കണ്ടീഷണൽ ക്ലോസുകളിൽ ഇഫ് ഐ സ്റ്റഡീഡ് ഹാർഡ് ഐ കുഡ് ടീച്ച് അഡ്വാൻസ്ഡ് ഗ്രാമർ വെരി വെൽ. ഞാൻ അങ്ങനെ നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അഡ്വാൻസ്ഡ് ഗ്രാമർ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഇഫ് ക്ലോസ് കണ്ടീഷൻ ക്ലോസ് നമ്മൾ മറ്റൊരിക്കൽ അത് വിശദമായിട്ട് ചർച്ച ചെയ്യും. കണ്ടീഷൻ ക്ലോസ് 1-2 ദിവസം വേണ്ടി വന്നേക്ക് 2-3 എപ്പിസോഡുകളിലൂടെ ആയിരിക്കും നമ്മളത് കണ്ടീഷണൽസ് ചർച്ച ചെയ്യുക. അപ്പൊ ഇത്തരം കണ്ടീഷൻ ക്ലോസിൽ കുഡ് എന്നുള്ളൊരു മോഡൽ യൂസ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ട്. പിന്നെ നല്ലൊരു സജഷൻ, ഒരു ബെറ്റർ, ഏറ്റവും നല്ലൊരു സജഷൻ നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു. ഏറ്റവും നല്ലൊരു സജഷൻ മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ യു കുഡ് യൂസ് വിഷ്വൽസ് ഫോർ ഗ്രാമർ ടീച്ചിങ്സ്. ഗ്രാമർ ടീച്ചിങ്സിന് നിങ്ങൾ വിഷ്വൽസ് ഉപയോഗിച്ചാൽ കുറെ കൂടി നന്നായിരിക്കും, കുറെ കൂടി നല്ലൊരു സജഷനാണ് നിൽക്കുന്നത്. എന്താണ്? വിഷ്വൽസ് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് സജസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉപയോഗിച്ചത്. യു കുഡ് യൂസ് വിഷ്വൽ ഇൻ ഗ്രാമർ ലെസൺസ്. പിന്നെ ഉള്ളത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ എസ് ഓർ നോ ഫോംസ് ഓഫ് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കുഡ്. കുഡ് യു എക്സ്പ്ലെയിൻ മോഡൽസ് വൺസ് അഗെയിൻ? മോഡൽസിനെ കുറിച്ച്, മോഡൽ ഓക്സിലറിയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാമോ എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത, നിരസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണത്. അപ്പോൾ കുഡ് യൂസ് ചെയ്തൊരു പൊളൈറ്റ് റിക്വസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളയാറില്ല. അതുകൊണ്ട് അങ്ങനെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ കുഡ് യൂസ് ചെയ്യുള്ളൂ. കുഡ് യു ഹെൽപ്പ് മീ, കുഡ് യു ഗിവ് മീ യുവർ പെൻ. പേനയെ ഒരിക്കൽ നമുക്ക് യൂസ് ചെയ്യാൻ തരാമോ എന്നുള്ള ആ ഒന്ന് യൂസ് ചെയ്യാൻ തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. പേന ഒന്ന് തരുമോ, ഒന്ന് തരുമോ എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റായിട്ട്, അത്രയും നമ്മൾ കാല് പിടിച്ച് പറയുന്ന പോലെ പറയുന്നതിനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്തരം സജഷൻസിൽ ഒരിക്കലും നമുക്ക് അത് റിഫ്യൂസ് ചെയ്യപ്പെടാറില്ല. അതുകൊണ്ട് എല്ലായിടത്തും കുഡ് എന്ന് കയറി നമ്മൾ റിക്വസ്റ്റ് ചെയ്യരുത്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സജഷൻസിന് അല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക. ഇത്രയുമാണ് കുഡ് എന്നുള്ള മോഡൽസിന്റെ പൊതുവെയുള്ള യൂസേജസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഇത് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമന്റിൽ തരിക. നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും ചർച്ച ചെയ്യാം. താങ്ക് യു.